ഏത് വൈബ്? ജിബ്ലി വൈബ്. അതെ, ഇപ്പോൾ FBയിലും ഇൻസ്റ്റയിലും വാട്സപ്പിലുമെല്ലാം ജിബ്ലി വൈബാണ്. രാവിലെ ഒന്ന് ഇൻസ്റ്റ എടുത്ത് തുറന്നു നോക്കുമ്പോൾ തന്നെ ജിബ്ലിയുടെ ഘോഷയാത്രയാണെന്ന് തന്നെ പറയാം. സ്പിരിറ്റഡ് എവേ, മൈ നെയ്ബർ ടൊട്ടോറോ തുടങ്ങിയ സിനിമകളിലൂടെ ലോകമെമ്പാടുമുള്ള ആനിമേഷൻ പ്രേമികളുടെ ഹൃദയം കവർന്ന ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോയാണ് ഈ സ്റ്റുഡിയോ ജിബ്ലി. മാർച്ച് 25-നാണ് ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോയായ സ്റ്റുഡിയോ ജിബ്ലിയുടെ ആനിമേഷൻ ശൈലിയിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള സൗകര്യം നമ്മുടെ ChatGPTയിലും വരുന്നത്. അവരുടെ തനത് ശൈലിയിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുന്നത്. സ്വന്തം ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് ആളുകൾ ജിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റുന്നത്. ഇതോടെ നിമിഷം നേരം കൊണ്ട് വൻ ജനസ്വീകാര്യത ഈ ഫീച്ചറിന് ലഭിക്കുകയും ചെയ്യുകയായിരുന്നു. ഒപ്പം പലരും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ സംഭവം അങ്ങ് വൈറലായെന്ന് പറയാം. ഒറ്റയ്ക്കും സുഹൃത്തുക്കളുമായും ജിബ്ലി സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള തിക്കും തിരക്കുമായിരുന്നു പിന്നീട് അങ്ങോട്ട്. എന്നാൽ അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെ സ്വാഭാവികമായി സെർവർ ഡൗൺ ആയി. ജിബ്ലി ഇത്രയും വൈറലാകുന്നതിന് മുൻപ് വളരെ പെട്ടെന്നാണ് ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്ത് കിട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാൻ ഒരുപാട് സമയമാണ് വേണ്ടി വരിക. പലർക്കും ചിത്രങ്ങൾ ലഭിക്കാത്ത അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ChatGPT റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല എന്നായിരുന്നു മറ്റു ചിലരുടെ പരാതി. ഇതോടെ OpenAI സിഇഒയായ സാം ഓൾട്ട്മാൻ സെർവറിൽ ലോഡ് വർദ്ധിച്ചതായി എക്സിലൂടെ അറിയിക്കുകയും ചെയ്തു. സൗജന്യ ഉപഭോക്താക്കൾക്ക് ദിവസേന 3 ചിത്രങ്ങൾ എന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ഇങ്ങനെ സർവർ ഡൗൺ ആയതിനു ശേഷമാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരേ സമയം കമാൻഡ് നൽകുമ്പോൾ സെർവർ ഡൗൺ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അത്രയ്ക്കും ഇന്ന് വൈറലായി മാറിയിരിക്കുകയാണ് ഈ ജിബ്ലി സ്റ്റൈൽ. നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴും OpenAIയിൽ ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യുന്നതിന് മുൻപത്തേക്കാൾ സമയമെടുക്കുകയാണ്. ഇനി ഇത്തരം ചിത്രങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ChatGPTയുടെ ഫ്രീ വെർഷൻ ഉപയോഗിച്ച് തന്നെ സ്റ്റുഡിയോ ജിബ്ലി പ്രോംപ്റ്റിലുള്ള ഇത്തരം AI ഗ്രാഫിക്സ് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ChatGPT വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ Google ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് ക്രിയേറ്റ് ചെയ്യുക. ലോഗിൻ ചെയ്താൽ ChatGPT ഇന്റർഫേസ് തെളിഞ്ഞു വരും. തുടർന്ന് ജിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന ചിത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ചിത്രത്തിന്റെ ക്യാപ്ഷനായിട്ട് ടേൺ ദിസ് ഇൻടു ജിബ്ലി സ്റ്റൈൽ ആനിമി ആർട്ട് എന്ന് നൽകിയാൽ ചിത്രം ഓട്ടോമാറ്റിക് ആയിട്ട് ജിബ്ലി സ്റ്റൈലിലേക്ക് ജനറേറ്റ് ചെയ്യപ്പെടും. ഇത് നമുക്ക് പിന്നീട് ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ ChatGPTയോട് സ്വന്തം ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാനും നമുക്ക് ആവശ്യപ്പെടാൻ കഴിയും. ഉദാഹരണമായി നമുക്ക് വേണ്ട ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണമായി ഒരു ക്ലാസ് മുറിയിലിരിക്കുന്ന ഫോട്ടോ തയ്യാറാക്കണമെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ദി ക്ലാസ് റൂം ജിബ്ലി സ്റ്റൈൽ എന്ന് പ്രോംപ്റ്റ് ചെയ്ത് നൽകിയാൽ മതി. നിങ്ങൾക്ക് ചിത്രങ്ങൾ ഉടനടി ലഭിക്കും. എന്തായാലും നിങ്ങളുടെ ജിബ്ലി സ്റ്റൈലുള്ള ചിത്രങ്ങൾ ഉടനടി തന്നെ തയ്യാറാക്കുമല്ലോ.